സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ന്യൂമ പ്രയർ സെല്ലിൽ ഇന്ന് ഇങ്ങനെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ ഷൈനുവിനും തൻ്റെ കുടുംബത്തിനും തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള ക്രിസ്തീയ വന്ദനത്തെ കൈമാറുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങളുടെ മേൽ അവിടുന്ന് പകർന്ന് സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവോളം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലനിൽക്കട്ടെ. അനേക പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ എന്നുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാനും തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇന്ന് ഈ സമയവും അവിടുന്ന് അവസരം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായി ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ആത്മീയമായി ലഭിക്കുന്ന ഈ സന്തോഷത്തിനായി സ്തോത്രം. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കർത്താവേ, ഹല്ലേലൂയ, വിവിധ ഗ്രാമങ്ങളിൽ നിന്ന്, വിവിധ ഭവനങ്ങളിൽ നിന്ന് കർത്താവെ, ഇന്ന് ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ വിടുതൽ അനുഭവിപ്പാൻ, ദൈവിക സന്തോഷം അനുഭവിപ്പാൻ ഇടയാക്കണമേ. ഇന്ന് കർത്താവെ, ഈ 7 മുതൽ 8 വരെ നടക്കുന്ന കർത്താവെ ഈ പാട്ടുകളിലൂടെ അനേക പ്രിയപ്പെട്ടവരുടെ ഹൃദയം കർത്താവിനായി തുറക്കപ്പെടുവാൻ, അവർ ഈ പാട്ടുകൾ കേട്ട് സന്തോഷം അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഇതിന്മേൽ നിൽക്കുന്നതിനായി സ്തോത്രം. ഇതിനകത്തിലുള്ളതായിരിക്കുന്ന വെളിച്ചത്തെയും കരണ്ടിനെയും എല്ലാം അങ്ങ് നിയന്ത്രിക്കുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ശബ്ദത്തെ അങ്ങ് നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം. ജനഹൃദയങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി നന്ദി. കർത്താവ് ഞങ്ങളുടെ മാനവിൽ മഹത്വം എടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ മീറ്റിംഗിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിലേക്ക് കയറിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ടീമിൻ്റെ പ്രത്യേകം നന്ദി വന്ദനങ്ങളെ അറിയിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയത്തും നമ്മെ ധാരാളം അനുഗ്രഹിപ്പാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ അടുക്കൽ ഒരുപാട് പേരുടെ വിഷയങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നെ ചില ഇടങ്ങളിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വിവിധമായ വിഷയങ്ങളിൽ, സ്വഭാവങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ഒട്ടനവധി ജീവിതങ്ങളുണ്ട്. ഇന്ന് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് രാവിലെ ഇവിടെ ഒന്ന് കടന്നു പോയതാണ്. അവിടെ എനിക്ക് ഒരു ഭവനത്തിൽ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് അവിടെയുള്ള ദൈവദാസനും കുടുംബമൊക്കെയായി ഞങ്ങളവിടെ പ്രാർത്ഥനയ്ക്ക് ഇരിപ്പാനിടയായി തീർന്നു. ആ ഭവനത്തിലൊക്കെ എന്തെല്ലാം വിഷയങ്ങളാണ് അരങ്ങേറി കിടക്കുന്നത്. സത്യത്തിൽ ദൈവിക വിടുതൽ അവർ പ്രതീക്ഷിക്കുന്നു, ദൈവിക സമാധാനം അവർ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അവിടെയൊക്കെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി ദൈവം അവിടെയൊക്കെ വിടുതൽ കൽപ്പിക്കുന്നത് കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുകയും ചെയ്യുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഏത് പ്രശ്നവും പരിഹരിപ്പാൻ കഴിയുന്ന ഒരു വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അവന്റെ സാന്നിധ്യത്തിന്റെ മറവിലിരിക്കുന്ന നമ്മൾ ഒരു നാൾ കുലുങ്ങുവാൻ ദൈവം അനുവദിക്കുകയില്ല. ആ വലിയ ദൈവീയ സാന്നിധ്യത്തെ മുറുകെ പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഈ നിമിഷങ്ങളായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇപ്പോൾ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത് എന്നുള്ള പാട്ട് എൻ്റെ കൂട്ടുദാസി ബീനയും എൻ്റെ ജ്യേഷ്ഠന്റെ മകൾ റീനയും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് എന്നോടുള്ള നിന്റെ ദയ എത്ര
എത്ര വലിയത്! ദൈവത്തിന്റെ ദയയാണ് നമ്മൾ ഇന്നും ഈ ഭൂപരപ്പിലായിരിക്കുന്നത്. എത്രയെത്ര വിഷയങ്ങൾ നമ്മുടെ ജീവിത പടകിന്മേൽ ആഞ്ഞടിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് നമ്മെ തകർത്ത് കളയുമെന്ന് വാദിക്കുന്ന ഭയങ്കരമായ രീതിയിലുള്ള ശത്രുവിന്റെ കോപത്തിന്റെ നടുവിലും നമ്മെ ഹല്ലേലൂയ ദൈവം വിടുവിച്ച് ദൈവം നമ്മെ കാത്ത് പരിപാലിക്കുമ്പോൾ എത്രയധികം നമ്മൾ ദൈവത്തിന് നന്ദി കൊടുക്കണം. എത്രയെത്ര അപകടങ്ങൾ, എത്രയെത്ര വിപത്തുകൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ, ഏതെല്ലാം ഭവനങ്ങളിൽ, ഏതെല്ലാം വഴിവക്കിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. എന്നാൽ അതിന്റെ നടുവിലെല്ലാം നമ്മെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ ദയ നിമിത്തമാണ്. ആ ദയയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവീയ വിടുതൽ കാണുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടയാക്കട്ടെ. ആ ദൈവത്തിന്റെ കൃപയിലേക്ക് നമുക്ക് ആശ്രയം വെക്കാം. ആ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ഈ പാട്ട് പാടുമ്പോൾ ശരിക്കും നമ്മൾ ആ ദൈവീയ കൃപകൾ അനുഭവിച്ച് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഇപ്പോൾ പാടി ദൈവത്തെ സ്തുതിക്കാം.
എത്ര വലുതാണ് പ്രിയമുള്ളവരെ. പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിയാലും മാറിപ്പോകാത്ത ആ ദൈവത്തിന്റെ കൃപയ്ക്കകത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുന്ന പൗലോസ്, സ്തോത്രം, ഹല്ലേലൂയ. പറുദീസയോളം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ അവിടെ മറ്റൊരു ഭാഷ കേട്ടു. സ്തോത്രം. ആ ദൈവത്തെ സ്തുതിക്കുന്നവൻ, ദൈവത്തെ വാഴ്ത്തുന്നവൻ, സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നവൻ, അത് എഴുതി വെച്ചിരിക്കുന്ന ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്നറിയുന്നില്ല എന്നാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ ശരീരത്തോടെ എടുക്കപ്പെട്ടോ ശരീരം കൂടാതെ എടുക്കപ്പെട്ടോ എന്നറിയാത്ത രീതിയിൽ ഒരു ദൈവപ്രവൃത്തി. സ്തോത്രം, ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ പത്രോസ് കിടക്കുമ്പോൾ ഇതുപോലെയായിരുന്നു. ദൂതൻ വന്ന് തട്ടി ചങ്ങല അഴിഞ്ഞു, ചെരുപ്പിടാൻ പറഞ്ഞു, ചെരുപ്പിട്ടു. സ്തോത്രം. ഒന്നാം കാവലും രണ്ടാം കാവലും മൂന്നാം കാവലും കടന്ന് സ്തോത്രം, ഹല്ലേലൂയ, പട്ടണത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൂതൻ അവനെ വിട്ടുമാറി. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ ദൂതൻ അവന്റെ കൂടെ ഇല്ലായിരുന്നു. അവൻ ഒരു ഉറക്കത്തിൽ നിന്ന്, ഹല്ലേലൂയ, എഴുന്നേറ്റ് വരുന്നത് പോലെ അവൻ അവിടെ വെച്ചത് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അതുവരെ ദൂതൻ അവനെ നടത്തി. ഇവിടെ ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്നറിയുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തോളം പറുദീസയോളം എടുക്കപ്പെട്ട പൗലോസ് അവിടെ മറ്റൊരു ഭാഷ കേട്ടു. എന്നാൽ ഈ പൗലോസ് ദൈവത്തോട് സ്തോത്രം തന്റെ ശരീരത്തിന്റെ രോഗം മാറുവാൻ വേണ്ടി 3 വട്ടം പ്രാർത്ഥിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, ഇത്ര വലിയ അഭിഷേകത്തിന്റെ ശക്തി എനിക്ക് നീ തന്നു. ഇത്ര വലിയ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വീര്യപ്രവർത്തികൾക്കും ഒരർഹതയുമില്ലാത്ത എന്നെ നീ യോഗ്യനാക്കി തീർത്തു. സ്തോത്രം, ഹല്ലേലൂയ. നിന്നിൽ നിന്നും ഏറ്റവും അകന്നു കഴിഞ്ഞ, നിന്റെ നാമത്തെ ഉപദ്രവിച്ച, നിന്റെ നാമത്തെ പീഡിപ്പിച്ച എന്നെ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു അകാല പ്രജ പോലെയായിരുന്ന എന്നെ നീ തേടി വന്ന് സ്നേഹിച്ച് നിന്റെ ചുടുതണം നൽകി എന്നെ വീണ്ടെടുത്തെങ്കിൽ എന്റെ കർത്താവേ, സ്തോത്രം, എന്റെ ഈ രോഗമൊന്ന് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അനേകരുടെ രോഗം മാറ്റിയവന്, അനേകരുടെ ബന്ധനങ്ങൾ അഴിച്ചവന്, ദൈവനാമത്തിന് വേണ്ടി സഭകൾ സ്ഥാപിച്ചവന് 1, 2, 3 മിഷണറി യാത്രകൾ സ്തോത്രം തുടർമാനമായി വിശ്രമമില്ലാതെ ചെയ്തവന്, സ്തോത്രം, കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിവിധമായ കഷ്ടതകളൊക്കെ അനുഭവിച്ചവന്, സ്തോത്രം, ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, എന്റെ ഈ രോഗമൊന്ന് മാറ്റിത്തരണമേ എന്ന്. സ്തോത്രം. എല്ലാവരുടെ രോഗം മാറ്റുന്നുണ്ട്. എന്നാൽ അവന്റെ ശരീരത്തിൽ അവന്റെ രോഗം മാറാൻ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല. മറ്റുള്ളവർ ഒരു പക്ഷേ അത് വിമർശിക്കുന്നുണ്ടായിരിക്കാം. സ്വന്തം നിന്റെ രോഗം മാറ്റിയിട്ട് മറ്റുള്ളവരുടെ രോഗം മാറ്റാൻ വായെന്ന് പറയുന്നവരെ നമ്മൾ കേട്ടിട്ടില്ലയോ? അങ്ങനെ സംസാരിക്കുന്നവരെ നമുക്ക് അറിയത്തില്ലയോ? എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ജീവിതങ്ങൾ പലയിടങ്ങളിലുണ്ട്. സ്വന്തം. എന്നാൽ ഹല്ലേലൂയ, കർത്താവ് ഒരു മറുപടി കൊടുത്തു, എന്റെ കൃപ നിനക്ക് മതി. 3 വട്ടം പ്രാർത്ഥിച്ചപ്പോഴും കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ക്രൂരാവശ്യ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ വലുപ്പം അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മാവിന്റെ പ്രവർത്തിക്കായി പൂർണ്ണമായി ഏൽപ്പിക്കപ്പെട് ദൈവ കൃപ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പക്ഷേ നിന്റെ മേലിരിക്കുന്ന രോഗം പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ല, പ്രാർത്ഥനാ കൂട്ടം പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ല, മരുന്ന് കഴിച്ചാൽ മാറുന്നതല്ല. അത് ദൈവം നീ നിഗളിച്ചു പോകാതിരിപ്പാൻ നിന്റെ മേൽ തന്നതാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയ്ക്കായി നീ യാചിര്. കർത്താവ് പൗലോസിനോട് പറഞ്ഞത്, സ്തോത്രം, രോഗം അവിടെ ഇരിക്കുന്നത് പറഞ്ഞ് നിനക്കതൊരു ഉപദ്രവം ഉണ്ടാക്കത്തില്ല, നിന്നെ അത് വേദനിപ്പിക്കത്തില്ല. എന്നാൽ നീ നിഗളിച്ചാൽ അത് നിന്നെ വേദനിപ്പിക്കും, അത് നിന്നെ ഉപദ്രവിക്കും. അതുകൊണ്ട് സ്തോത്രം, എപ്പോഴും എന്റെ കൃപയിൽ നീ ആശ്രയിച്ചു പോകണം. സ്തോത്രം. നീയും നിഗളിച്ചിട്ട് എന്നിൽ നിന്നും തള്ളപ്പെട്ട്, സ്തോത്രം, ഹല്ലേലൂയ, എന്നിൽ നിന്നും അകന്ന്, സ്തോത്രം, നിത്യ നരകാഗ്നിക്കകത്തിൽ പോകേണ്ടി വന്നാൽ അതെന്തേക്കും ഒരു വേദനയ്ക്ക് കാരണമായി തീരും എന്നുള്ളത് കൊണ്ട് അപ്പൻ ഇപ്പോഴും പൗലോസിനെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. അവൻ തന്ന കൃപ നീ കാത്തോ, അല്ലെങ്കിൽ കൃപയ്ക്കകത്തിൽ നിന്നോ. ഏത് രോഗം പോലെയുള്ള പർവ്വതമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും എന്റെ ദൈവം, സ്തോത്രം, നിന്നെ കരങ്ങൾ എടുക്കുവാൻ ശക്തനാണ്. കൃപയുണ്ടെങ്കിൽ കടഭാരമൊന്നുമില്ല, രോഗമൊന്നുമില്ല, വേദനയൊന്നുമില്ല. കൃപയ്ക്കകത്തിൽ നിൽക്കുന്ന നിനക്ക് നിന്ദകളും അപമാനങ്ങളും വന്നാലും നീ അത് കാര്യമാക്കണ്ട. പൗലോസിനെ പോലെ ശക്തിയോടുകൂടെ തുടർന്നും ദൈവത്തിനു വേണ്ടി പാടിയും പ്രാർത്ഥിച്ചും
പ്രസംഗിച്ചും ആരാധിച്ചും വെളിപ്പാട് കണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞും സ്വത്രം ചെന്നെത്തപ്പെടാൻ പറ്റുന്ന എല്ലാ മേഖലകളും ചെന്ന് കർത്താവിന്റെ സാക്ഷിയാകുക. ദൈവസഭയുടെ അവരെ കൂട്ടായ്മയിൽ ബലപ്പെടുക. ദൈവിക പ്രവർത്തികളിൽ സന്തോഷിക്കുക. കർത്താവിന്റെ നാമത്തിനു വേണ്ടി അധ്വാനം ചെയ്യുക. രക്തസാക്ഷിയാകേണ്ടി വന്നാലും യേശുവിനായി സമർപ്പിക്കപ്പെടുക. ആ കൃപ നിന്നെ താങ്ങട്ടെ. ആ ദയ നിന്നോട് കൂടെ ഇരിക്കട്ടെ. തുടർന്നും പാട്ടുപാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ദൈവിക സന്തോഷം നമുക്ക് പങ്കിടാം. ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. ഞാൻ ഉരുവാകും മുൻപേ എന്നെ കണ്ടു. ഞാൻ ഉരുവാകും മുൻപേ. സ്വതന്ത്രം. അതേ പ്രിയമുള്ളവരെ, ഞാൻ ഉരുവാകും മുമ്പ് എന്നെ കണ്ടു. എന്റെ കർത്താവ് എന്നെ കണ്ടത് സ്തോത്രം എന്റെ അപ്പനും അമ്മയും എന്നെ കാണുന്നതിന് മുമ്പാണ്. എന്റെ കർത്താവ് എന്നെ കണ്ടത് എന്നെ ഹോസ്പിറ്റലിൽ സ്വത്രം എന്റെ അമ്മയുടെ പ്രസവം എടുക്കുമ്പോൾ സ്വത്രം അവിടെയുള്ള ഡോക്ടർ കാണും മുമ്പ്, അവിടെയുള്ള സ്റ്റാഫുകൾ കാണും മുമ്പ് എന്റെ ദൈവം എന്നെ കണ്ടു. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. ആദ്യം കുഞ്ഞിനെ എന്റെ കയ്യിലാണ് തന്നതെന്ന് സ്വത്രം അമ്മാച്ചനും കൊച്ചമ്മയും ഉപ്പാപ്പന്മാരും പറയുമ്പോൾ അവർ കണ്ടതിന് മുമ്പ് എന്റെ ദൈവം എന്നെ കണ്ടു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, സ്വത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇത്രയുമായി സ്വത്രം കുടുംബം കുഞ്ഞുങ്ങളും ഒക്കെയായി ജീവിക്കുമ്പോഴും സ്വത്രം ഞാൻ ഉരുവാകും മുമ്പ് എന്നെ കണ്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ എന്നെ കണ്ടത് ഇന്നും ഇന്നലെയുമല്ല. സ്വത്രം ഈ ഇത്രയുമുള്ള പ്രായത്തിനിടയിലല്ല അവൻ എന്നെ കണ്ടത്. പിന്നെയോ ലോകസ്ഥാപനത്തിനു മുന്നവേ അവൻ എന്നെ കണ്ടു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ലോകസ്ഥാപനത്തിനു മുമ്പ് ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. അവൻ എന്നെ കണ്ടു. ഞാൻ പിണ്ടാകാരമായി തീരും മുമ്പ് അവൻ എന്നെ കണ്ടു. എനിക്ക് രൂപം വരും മുമ്പ് അവൻ എന്നെ കണ്ടു. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ ഇരിക്കുമെന്നും എന്റെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്നും ഞാൻ എന്തൊക്കെ ചെയ്തെടുക്കുമെന്നും ഞാൻ എവിടം വരെ ആയിത്തീരുമെന്നും എന്നെ കുറിച്ച് വ്യക്തമായ ചിത്രമുള്ള കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അത് ഞാൻ ഉരുവാകുമ്പോൾ നീ എന്നെ കണ്ടു. ആ പാട്ട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ദാസൻ മാവേലിക്കര പാടുമ്പോൾ സ്വതന്ത്രം നിങ്ങൾ അദ്ദേഹത്തോട് ചേർന്ന് പാടി ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തെ സ്തുതിക്കാൻ വാരികൾ കേട്ട് ദൈവത്തിൽ ആനന്ദിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനൊരുവാകും മുൻപ് എന്നെ കണ്ടു. ആ ഉള്ളങ്കാരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപ് എന്നെ കണ്ടു. ആ ഉള്ളങ്കാരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോൽ അറിഞ്ഞിടും ഉള്ളം കയ്യാ താങ്ങിടും ഉന്നതന ഉടയവനേ. ഉള്ളതുപോൽ അറിഞ്ഞിടും ഉള്ളം കയ്യാ താങ്ങിടും ഉന്നതന ഉടയവനേ. യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാണേ. യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാണേ. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും കൂട്ടം
മറ്റാരെക്കാളിലും മാറാത്ത വാഴ്ത്തത്വം എൻപേർക്കാൾ നൽകിയും ആശ്ചര്യമായതും എന്നിന്ന് മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിയും മറ്റാരെക്കാളിലും മാറാത്ത വാഴ്ത്തത്വം എൻ പേർക്കാൽ നൽകിയും ആശ്ചര്യമായതും എന്നിന്ന് മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിയും യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു ആ ഉള്ളംകാരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു ആ ഉള്ളംകാരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാ താങ്ങിയിടും ഉന്നതന ഉടയവനേ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാ താങ്ങിയിടും ഉന്നതന ഉടയവനേ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാ താങ്ങിയിടും ഉന്നതന ഉടയവനേ. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന, ഉള്ളം കയ്യിൽ നമ്മെ വഹിക്കുന്ന ആ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന, നമ്മോട് കരുണ കാണിക്കുന്ന കർത്താവിനെ സേവിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആർക്കെങ്കിലും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ ഈ പാട്ടുകൾ ഇവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഏറ്റുപറഞ്ഞതുപോലെ, കർത്താവ് ഞങ്ങളുടെ ഹൃദയം നിനക്ക് തരുന്നു, നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമേ, അതവിടുന്ന് അങ്ങ് എന്റെ രക്ഷകനായിരിക്കണമേ എന്ന് പൂർണ്ണമായി പറയുവാൻ നിനക്ക് കഴിയുമോ? ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവർ യേശുവിന്റെ മകനും മകളുമായി തീരുവാൻ ഭാഗ്യം ലഭിക്കും. യേശുവിന്റെ മണവാട്ടിയായി മാറുന്നു. സ്വതന്ത്രം. കർത്താവിന്റെ വരവിങ്കൽ അവർ തള്ളപ്പെടുകയില്ല. ദൈവിക സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ, മ്ലേച്ഛതകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ തലമുറകളുടെ നടുവിൽ എന്റെ പ്രിയമുള്ളവരെ, സ്തോത്രം, നിന്നെ മുഴുവനായിട്ട് അറിയാവുന്ന കർത്താവിന്റെ സന്നിധിയിൽ ക്രിസ്തുവിലൂടെയുള്ള പരിഹാരം കണ്ടെത്തുവാൻ നീ ഏൽപ്പിക്കപ്പെടുമോ? നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കൊക്കെ സ്വതന്ത്രം, നീ വിശക്കുപ്പി കൈകൊണ്ട് എടുത്തത് കൊണ്ടോ, ആ ഉറക്കഗുളികൾ എടുത്ത് കൂടുതലായി കഴിച്ചത് കൊണ്ടോ, നീ പാലിൽ കെട്ടുഞാലാൻ പോയത് കൊണ്ടോ, നീ ട്രെയിൻ പാളത്തിൽ തലവെക്കാൻ പോകുന്നത് കൊണ്ടോ, കെട്ടിടത്തിന്റെ മുകളിൽ കൂടി ചാടിച്ചാകാൻ പോകുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നിന്റെ ദേശത്തിന്, നിന്റെ വീട്ടിലുള്ളവർക്കെതിരെ നീ തിരിയുന്നത് കൊണ്ടോ, അവരെ സ്വത്രം മൃഗീയമായി നീ കുലപ്പെടുത്തുന്നത് കൊണ്ടോ നിന്റെ ജീവിതത്തിൽ പ്രശ്ന പരിഹാരം ഉണ്ടാകില്ല. നാട്ടുകാരോട് ദേഷ്യപ്പെട്ടത് കൊണ്ടോ, അവർക്കെതിരെ തിരിഞ്ഞത് കൊണ്ടോ നിന്റെ ജീവിതത്തിന്റെ പരിഹാരം വെളിപ്പെടുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, സ്തോത്രം, എല്ലാവരും എന്നെ മറന്നു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ഒരു താളത്തിൽ നീ പോകാതെ, ഇപ്പോഴും നിന്നെ മുഴുവനായി അറിയുന്ന കർത്താവ് ഇവിടെ ഉണ്ട്. അവന്റെ സന്നിധിയിൽ നിന്നെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഉള്ളം കയ്യിൽ അവൻ നിന്നെ വഹിക്കും, മാറോട് ചേർത്തു നിർത്തും. നിനക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവൻ കൽപ്പിക്കും. സമാധാനത്തിന്റെ ദൈവം നിന്റെ കൂടെ ഇരിക്കും. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ കർത്താവ് ഭാഗ്യം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവേ നിൻ തിരുപാദം നമിച്ചേ എന്നുള്ള പാട്ട് റീന ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് പാടുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠന്റെ മകളാണ്. എന്റെ മോനും മോളും ഒക്കെ പഠന സ്ഥലത്ത് ഇപ്പോൾ ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ
പാട്ടിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ഇപ്പോൾ സമ്മതിപ്പാൻ കഴിയുന്നില്ല. ഇന്ന് ഞങ്ങളോടുകൂടെ പാടിയ എൻ്റെ ഒരു സഭയിലെ ഒരു കുഞ്ഞ്, അവന് പഠനത്തോടുള്ള ബന്ധത്തിൽ വരുവാൻ സാധിച്ചില്ല. അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും പാടുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല എങ്കിൽ പോലും ഇവിടെ ഉള്ളവർ ചേർന്ന് പാടുന്നത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവേ, നിൻ തിരുപാദം നമിച്ചേ. അതിനാ മുന്നോട്ട് വന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
കർത്താവേ, ഞാൻ അങ്ങയുടെ പാദം നമിക്കുകയാണ്. ആ പാദത്തിൽ ഞാൻ വീഴുകയാണ്. ആ പാദത്തിൽ എനിക്ക് അനുഗ്രഹമുണ്ട്. ആ പാദത്തെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി തീരുന്നതിനായി സ്തോത്രം. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ പട്ടിണി മാറ്റുന്ന, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മാറ്റുന്ന, എൻ്റെ തലമുറകൾക്ക് വിടുതൽ നൽകുന്ന, എനിക്ക് സമാധാനം നൽകുന്ന അങ്ങയെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഇല്ല, ഞാൻ അങ്ങയെ വിട്ടു പിരികയില്ല. ഞാൻ അങ്ങയെ വിട്ടുമാറുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയെ നമസ്കരിക്കും. പ്രിയമുള്ളവരെ, മൊർദെഖായി ദൈവത്തെ മാത്രം നമസ്കരിച്ചപ്പോൾ അവന്റെ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് അവന് വെല്ലുവിളികൾ തലയുയർത്തി. ഹാമാനെ നമസ്കരിക്കുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ അവന്റെ മുമ്പിൽ കഴുകുമരം ഉയർന്നപ്പോൾ അവന് മാത്രമല്ല 127 സംസ്ഥാനങ്ങളിൽ ചിതറിക്കിടന്ന സകല യഹൂദന്മാർക്കും അതേ കഴുകുമരം ഒരു കെണിയായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത് തിരുത്തുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ നമസ്കരിച്ച മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കഴുകുമരത്തിൽ അതേ ഹാമാൻ തന്നെ കുടുക്കപ്പെടുവാനിടയായി. ആ കെണിയിൽ അവൻ തന്നെ വീഴുവാനിടയായി. അവനുള്ളവർ വീഴുവാനിടയായി. യഹൂദാ ജനത്തെ ദൈവം രക്ഷിപ്പാനിടയായതിന്റെ പിന്നിൽ ഒരു മൊർദെഖായി ദൈവത്തെ മാത്രം നമസ്കരിച്ചതാണ്. ഒരു എസ്തർ അത് മരിക്കുന്നുവെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് സമയത്തിന് തന്നെ രാജാവിന്റെ മുമ്പിലേക്ക് ചെന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, പിന്നിൽ കഷ്ടപ്പെടുവാൻ അധ്വാനിക്കുവാൻ ചിലരുണ്ടെങ്കിൽ, നിനക്ക് പിന്നിൽ ചില പിതാക്കന്മാർ, അമ്മച്ചിമാർ സ്വന്തം പ്രാർത്ഥിപ്പാനുണ്ടെങ്കിൽ, ചില അഭിഷക്തന്മാർ പ്രാർത്ഥിപ്പാനുണ്ടെങ്കിൽ, നീ എവിടെയായിരുന്നാലും നീയും സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നുവെങ്കിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ മാത്രം നമസ്കരിക്കുക. നിയമങ്ങൾ ഏത് വിധത്തിലും വരട്ടെ, തല ഉയർത്തട്ടെ, ചന്ദ്രക്ക് മേശക്കമേനെ പോലെ ദൈവത്തെ മാത്രം നമസ്കരിപ്പാൻ നീ തയ്യാറാകുമോ? സാത്താൻ യേശുവിന്റെ അരികിൽ വന്നു. യേശുവിന്റെ ഉപവാസത്തിൽ വീണെന്നെ നമസ്കരിക്കുമെങ്കിൽ ഈ കാണുന്ന എല്ലാം തരാമെന്ന് പറഞ്ഞു. ദൈവവചനത്തിലൂടെ യേശു കർത്താവ് അവനോട് തിരിഞ്ഞു സംസാരിച്ചു. നിന്റെ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും നമസ്കരിക്കരുതെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനം അവന്റെ മുമ്പിൽ വരച്ചു കാണിച്ചപ്പോൾ, സ്തോത്രം, വചനം കൊണ്ട് ദൈവത്തെ തകർക്കുവാൻ വന്ന സാത്താനും അവിടെ തലകുനിപ്പാനിടയായി. അതുകൊണ്ട് നീ സാത്താനെ അല്ല നമസ്കരിക്കേണ്ടത്, നീ ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടത്. ദൈവത്തെ നമസ്കരിപ്പാൻ, അവന്റെ പാദത്തെ നമിക്കുവാൻ പൂർണ്ണമായി ഏൽപ്പിക്കാം. ദൈവം അതിന് ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രത്യാശയുടെ ഒരു കാലം, അക്കരെ നാട്ടിലെ നിത്യഭവനം പദത്ര മോഹനമേ എന്നുള്ള പാട്ട് ഇപ്പോൾ ജോബ് മാവേലിക്കരം പാടുന്നു. നമുക്ക് ആ വലിയ സന്തോഷത്തിലേക്ക് കടന്നു പോകാം. ഈ ലോകത്തിന്റെ എല്ലാ തലങ്ങളും മറന്നിട്ട് സ്വർഗീയമായ സന്തോഷം ഈ പാട്ടിലൂടെ അനുഭവിപ്പാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാട്ടിലെ നിത്യപവനമതെത്രയും മോഹനമേ, എത്രയും മോഹനമേ. നിത്യമം ദൈവത്തോടൊത്തുള്ള വാസം എത്രയും ആനന്ദമേ. നിത്യനം ദൈവത്തോടൊത്തുള്ള വാസം എത്രയും ആനന്ദമേ. അക്കരെ നാട്ടിലെ നിത്യഭവനം എത്രയോ മോഹനമേ, എത്രയോ മോഹനമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസം എത്രയോ ആനന്ദമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസം എത്രയോ ആനന്ദമേ.
കഷ്ടവുമില്ലോരു ദുഃഖവുമില്ലവിടെ, ദുഃഖവുമില്ലവിടെ. രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ. കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, ദുഃഖവുമില്ലവിടെ. രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ. മണ്ണിലൻ ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖമെനിക്കില്ലല്ലോ, ദുഃഖമെനിക്കില്ലല്ലോ. വിണ്ണിലെ ജീവിതം ഓർത്തിടും നേരം മാനസം മോദിക്കുന്നേ, വിണ്ണിലെ ജീവിതം ഓർത്തിടും നേരം മാനസം മോദിക്കുന്നേ. ദൈവമുണ്ടല്ലോ, ദൂതരുണ്ടല്ലോ, ശുദ്ധരുമുണ്ടവിടെ, ശുദ്ധരുമുണ്ടവിടെ. യാഗം സഹിച്ചു തൻ ജീവൻ കൊടുത്തത് ശിഷ്യരുമുണ്ടവിടെ, യാഗം സഹിച്ചു തൻ ജീവൻ കൊടുത്തത് ശിഷ്യരുമുണ്ടവിടെ. അക്കരെ നാട്ടിലെ നിത്യഭവനം എത്രയോ മോഹനമേ, എത്രയോ മോഹനമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസം എത്രയോ ആനന്ദമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസം എത്രയോ ആനന്ദമേ. സൂര്യനും ചന്ദ്രനും നക്ഷത്രമൊന്നുമേ വേണ്ട എനിക്കവിടെ, വേണ്ട എനിക്കവിടെ. ദൈവകുഞ്ഞാടാകും ക്രിസ്തുവിന്റെ രസം പിന്നി വിളങ്ങിടുമേ, ദൈവകുഞ്ഞാടാകും ക്രിസ്തുവിന്റെ രസം പിന്നി വിളങ്ങിടുമേ. മുത്തിനാൽ നിർമ്മിതമായ പുരത്തിൽ എത്തിടാനോടിടുന്നേ, എത്തിടാനോടിടുന്നേ. പ്രത്യാശ നാടിനെ കാണുവാൻ എന്നുള്ളിൽ അത്യാശ ഏറിടുന്നേ, പ്രത്യാശ നാടിനെ കാണുവാൻ എന്നുള്ളിൽ അത്യാശ ഏറിടുന്നേ. അക്കരെ നാട്ടിൽ നിത്യഭവനാമ എത്രയോ മോഹനമേ, എത്രയോ മോഹനമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസം എത്രയോ ആനന്ദമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസം എത്രയോ ആനന്ദമേ. കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, ദുഃഖവുമില്ലവിടെ. രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമല്ലവിടെ. അക്കരെ നാട്ടിലെ നിത്യഭവനം എത്രയോ മോഹനമേ, എത്രയോ മോഹനമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസം എത്രയോ ആനന്ദമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസം എത്രയോ ആനന്ദമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസം എത്രയോ ആനന്ദമേ. ഒന്ന് രണ്ട് പാട്ടുകൾ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി
ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. സമയമായി വരുന്നല്ലോ. ദൈവമായ കർത്താവ് നമ്മെ അധികമായി സഹായിക്കട്ടെ. ഏതെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ചാലും പ്രത്യാശയുടെ തുറമുഖത്തേക്ക് നോക്കി മുന്നേറ്. കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, വേദനയില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, സങ്കടമില്ലാത്ത ഒരു നല്ല നാട്ടിലേക്ക് നിനക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്ക്. ആ ഭാഗ്യകരമായ പദവി ദൈവം നിനക്ക് തന്നിരിക്കുന്നു. നീ അതിൽ മുറുകെ പിടിക്കുക. കർത്താവ് വരാറായി. കർത്താവിന്റെ കൂടെ ആ ഭവനത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ സമയമായി കൊണ്ടിരിക്കുന്നു. കർത്താവ് ഏത് സമയത്തും വരും. അവൻ വരുമ്പോൾ നാം തള്ളപ്പെട്ടു പോകാതെ പാടിയതുപോലെ പ്രത്യാശയുടെ തുറമുഖം കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. കഷ്ടതകൾ മറന്ന് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. രാത്രിയിലുള്ള നിന്റെ കരുതലിനും ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. അതിനുശേഷം ഒരു പാട്ട് കൂടെ അതിനോട് ചേർന്ന് പാടുന്നു. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ഈ രണ്ട് പാട്ടും ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാൻ. കരങ്ങൾ അടിച്ച് പാടാവുന്നവർ കരങ്ങൾ അടിച്ച്, എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാൻ. മുന്നോട്ട് കടന്നു വന്ന് കുഞ്ഞുങ്ങളെല്ലാം മുന്നോട്ട് കടന്നു വന്ന് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കും. മുന്നോട്ട് വന്നിട്ട് മുന്നോട്ട് രാത്രിയിലുള്ള നിന്റെ കരുതലിലും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിലും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഞാനവന്റെ മുൻപിൽ കാണിരുന്നപ്പോ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ, ഞാനവന്റെ മുൻപിൽ കാണിരുന്നപ്പോ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ, എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, യേശുവല്ലാതാരുമില്ലല്ലോ. എന്നെ കാക്കുന്നവൻ, എന്നെ കാക്കുന്നവൻ, എന്റെ യേശുവല്ലാതാരുമില്ലല്ലോ. മുന്നിലുള്ള നിന്റെ കരുതലിലോ രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കോ, രാത്രിയിലുള്ള നിന്റെ കരുതലിലോ രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കോ എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്നെ മുഖം തിരിച്ചാൽ, അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്നെ മുഖം തിരിച്ചാൽ, മനം തിരിഞ്ഞു മടങ്ങി വന്ന അരികിൽ വന്ന ശ്വാസം പകരുമവൻ, മനം തിരിഞ്ഞു മടങ്ങി വന്ന അരികിൽ വന്ന ശ്വാസം പകരുമവൻ. രാത്രിയിലുള്ള നിന്റെ കരുതലിലോ രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കോ, രാത്രിയിലുള്ള നിന്റെ കരുതലിലോ രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കോ എന്തു യോഗ്യത,
എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. യേശുനാഥന്റെ വഴി തടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. യേശുനാഥന്റെ വഴി തടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. ഓ നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. ിലുള്ള നിന്റെ കരുതലിലും, രാവിലെയുള്ള നിന്റെ വിശുദ്ധതയിലും, രാത്രിയിലുള്ള നിന്റെ കരുതലിലും, രാവിലെയുള്ള നിന്റെ വിശുദ്ധതയ്ക്കും. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ നാമമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ നാമമല്ലാതെന്തു യോഗ്യത. അബ്രഹാമിന്റെ ദൈവം വിശുദ്ധനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തു, അന്യയുടെ ദൈവം കണ്ടു നിർമാറ്റു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തു, അന്യയുടെ ദൈവം കണ്ടു നിർമാറ്റു. രാത്രിയിലുള്ള നിന്റെ കരുതലിലും, രാവിലെയുള്ള നിന്റെ വിശുദ്ധതയ്ക്കും. രാത്രിയിലുള്ള നിന്റെ കരുതലിലും, രാവിലെയുള്ള നിന്റെ വിശുദ്ധതയ്ക്കും. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഓ എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടെ ഈ ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവിക സമാധാനം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നു. നിങ്ങളെല്ലാം രോഗസൗഖ്യവും സന്തോഷവും വിടുതലും സ്വർഗത്തിലെ ദൈവം അധികമായി പകരുന്നത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. നാം ചേർന്ന് പിന്നെ പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുക. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയാം. ഈ 2020 അവസാന നാളുകളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുക. പൂർണ്ണമായി സമർപ്പിച്ച് ഈ ആരാധന നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് സഹായിക്കട്ടെ. നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സിത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സിത് പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ,
നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. പാപികളെന്നെ നേടുവാനേശു കാൽവരിയിൽ തന്നെ, പാപികളെന്നെ യേശു കാൽവരിയിൽ തന്നെ ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. മാണികൾ പറയപ്പെട്ടത് എന്തോ കാണല്ലോ, മാണികൾ പറയപ്പെട്ടത് എന്തോ കാണല്ലോ. ക്രൂശിതസ്നേഹമോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ക്രൂശിതസ്നേഹമോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എന്തോ കാണല്ലോ, മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എന്തോ കാണല്ലോ. ഓരോ ദിനവും ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ഓരോ ദിനവും ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ഓ ജീവിത പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. അങ്ങ് സൗഖ്യദായകനാണല്ലോ, അങ്ങ് വിടുവിക്കുന്നവനാണല്ലോ. അങ്ങയുടെ മുറിവേറ്റ കരം ഈ ജനത്തിന്റെ മേൽ വെച്ചിരിക്കുക. നന്ദി. സമാധാനത്തോടെ ഈ രാത്രിയായിരിക്കാൻ എല്ലാ ഇടങ്ങളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൃപ കൊടുക്കണമേ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ എല്ലാവരെയും മറക്കണമേ. കർത്താവ് ഇതുവരെ ഈ പാട്ടുകൾ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തിരിക്കുന്ന സ്വന്തം കർത്താവിന്റെ ദാസനെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. നന്ദി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇപ്പോൾ 9 മണി മുതൽ 10 മണി വരെ ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ന ഫേസ്ബുക്ക് പേജിലൂടെ എല്ലാ വ്യാഴാഴ്ചയും ഞാൻ പ്രസംഗിക്കുന്നു. ഇന്ന് പ്രസംഗമുണ്ട്. 9 മണിയാകുമ്പോൾ അതിന്റെ ടൈമാണ്. നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ തിടുക്കത്തോടു കൂടിയാണ് മറ്റു പ്രോഗ്രാമുകൾ ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അടുത്തൊരു മീറ്റിംഗിലേക്ക് പ്രവേശിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ നിരന്തരമായ സംസർഗം കൂട്ടായ്മ നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും വന്നേക്ക് കർത്താവിന്റെ വരവോളം കൊണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീസസ്.